പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. അഭിഷേകാന്തി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുഴുവൻ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കർത്താവിന്റെ ദിവസം, നല്ല ദിവസം, ദൈവം തിരഞ്ഞെടുത്ത ദിവസം, ദൈവം വിളിച്ച് ചേർക്കപ്പെട്ട നമ്മൾ ഒരുമിച്ച് ചേരുന്ന ദിവസമാണ്. ഈ കൂട്ടായ്മയിൽ ഈശോയുടെ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ അഭിഷേകാഗ്നി എപ്പിസോഡും സംപ്രേഷണം ചെയ്യപ്പെടുമ്പോൾ ആരൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിലെല്ലാം ദൈവം ഇടപെടുന്നുണ്ട്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം കാണാനായിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ കർത്താവ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ആകുവിൻ, അല്ലേ? കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം. ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്, പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ ഒരു സാക്ഷ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വചനം കുറച്ചുകൂടി ആന്തരികമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. കുഞ്ഞുങ്ങൾക്കുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ നിഷ്കളങ്ക വിശ്വാസമാണ്. ഒരു നിഷ്കളങ്ക വിശ്വാസം എവിടെയുണ്ടോ അവിടെ ദൈവം ഇടപെടും. അതാണ് ദൈവവചനം. അവിടുന്ന് നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറും, വിശ്വസ്തനോട് വിശ്വസ്തയോടുകൂടി പെരുമാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സൗയ അഭിഷേക എപ്പിസോഡ് കാണുമ്പോൾ നമ്മുടെ വിശ്വാസം കുറച്ചുകൂടെ വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ സാക്ഷി ഒന്ന് കണ്ടേ. എൻ്റെ പേര് ജോയ്സി. ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ഈ മകന് വേണ്ടി, ഇവൻ 4ാമത്തെ മകനാണ് ഞങ്ങളുടെ. കൊറോണ ടൈമിലായിരുന്നു. ഇവന് 5ാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ തലയിലൊരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എൻ്റെ 3 മക്കളൂടെ വന്നിട്ടുണ്ട്, ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അന്ന് മുതൽ ഞങ്ങൾ അഭിഷേകാഗ്നി സ്ഥിരമായിട്ട് കാണുമായിരുന്നു. ആ സമയം എൻ്റെ 3ാമത്തെ മോൻ, അവൻ ഒരു ഗ്ലാസ് വെള്ളം TV-യുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും. ആ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾ ഇത് കഴിയുമ്പോൾ, അഭിഷേകാഗ്നി കഴിയുമ്പോൾ ആ വെള്ളം ഞാൻ കുടിച്ചിട്ട് ഇവന് വേണ്ടി കൃത്യമായിട്ട് എല്ലാവരും, ഹസ്ബൻഡും 3 മക്കളും എൻ്റെ വയറ്റത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ അഭിഷേകാഗ്നിയുടെ യേശുനാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ലാസ്റ്റ് കവറിങ് പേജിൻ്റെ തൊട്ടിപ്പുറത്തൊരു പ്രയർ ഉണ്ട്. ആ പ്രയർ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ 5ാമത്തെ രഹസ്യം കഴിയുമ്പോൾ അതിൽ നിറുകം മുതൽ ഉള്ളങ്കാൽ വരെയുള്ള എല്ലാ ഭാഗങ്ങളും യേശുനാമത്തിൻ്റെ അത്ഭുത ശക്തി എന്ന് പറഞ്ഞിട്ട് അതിലൊരു വാചകമുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളിത് പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. എനിക്ക് 38-39 വയസ്സിലാണ് ഞാൻ ഇവനെ പ്രസവിക്കുന്നത്. അപ്പോൾ ഏജിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ പലതരത്തിൽ നമ്മൾ പേടിപ്പിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ മാറി. പക്ഷേ 9ാം മാസത്തിൽ സ്കാനിങ് വന്നു കഴിഞ്ഞപ്പോൾ ഇവന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പ്രസവിച്ച് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തന്നെ പ്രസവിച്ചതിൻ്റെ പിറ്റത്തെ ദിവസം തന്നെ ഇവർ തല സ്കാൻ ചെയ്തു. പക്ഷേ ഇവന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. ഇപ്പോൾ ഇവന് 2.5 വയസ്സായി. യാതൊരു കുഴപ്പമില്ല. ദൈവത്തിന് മഹത്വം. എൻ്റെ ആ വെള്ളം വെച്ച അവനെ കുട്ടി എങ്ങോട്ട് വാ. കൃത്യം 1:30 ആവുമ്പോൾ ഇവര് മുട്ടുകുത്തി, കല്ലുമ്മ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. പിള്ളേർ കുഞ്ഞുങ്ങൾ മുട്ടുകുത്തി. നിങ്ങൾ ഇത് നിസ്സാര കാര്യമല്ല കേട്ടോ. അതുകൊണ്ടോ പരിശുദ്ധാത്മാവാണ് അവരെ വിളിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊന്നും അമ്മച്ചി പറഞ്ഞില്ല. ആ ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, ഒരു രോഗം ഉണ്ടായിരിക്കാൻ വേണ്ടി മിറ്റിൽ എടുത്ത് ഇട്ടിട്ട് അതിന് മുട്ടുകുത്തിയിട്ട് അഭിഷേകാത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് പറഞ്ഞിട്ട് എൻ്റെ കണ്ണ് നിറയാണ്. പോലെ നീ എന്താ ചെയ്തെന്ന് പറഞ്ഞ മൈക്കിനകത്ത്? എൻ്റെ പേര് ജോനസ് ജീജ. നീ എന്ത് ചെയ്തു? മമ്മിക്ക് ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്ത്? വെള്ളം കൊണ്ടുവച്ചോ? വെള്ളം കൊണ്ടുവച്ചു. എവിടെ വെച്ചു? TV-യുടെ തൊട്ട്. അഭിഷേകാഗ്നി നടക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവച്ച് ആ വെള്ളം അമ്മച്ചിയോട് കുടിച്ചോളാൻ പറയും. അല്ല, എല്ലാവരും കുടിക്കും. നീ കുടിക്കും അല്ലേ? എല്ലാവരും കുടിക്കും. എല്ലാവരും കുടിക്കും. അമ്മച്ചിക്ക് ഇച്ചിരി കൂടുതൽ കൊടുക്കും. ഹല്ലേലൂയ.
നമുക്ക് അങ്ങനെ കുടുംബം മൊത്തം അഭിഷേകമായി. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സാംസണച്ചൻ പറഞ്ഞത് എത്രയോ കറക്റ്റാണ്. ആ കുഞ്ഞിന് ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? പരിശുദ്ധാത്മാവ് ഉള്ളിൽ പഠിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിലൂടെ ഈശോ ഇന്ന് സമൂഹത്തോട് സംസാരിക്കുകയാണ്. എന്തൊരു വിശ്വാസമാണ്! അപ്പം നിഷ്കളങ്ക വിശ്വാസം എവിടെയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ട്. ബുദ്ധിയിലും യുക്തിയിലും ചിന്തിച്ച് ഒന്നും നടക്കുകയില്ല. അതാണ് കൊരിന്തോസ്യർക്ക് ലേഖനത്തിൽ 3 വചനം പഠിപ്പിക്കുന്ന ബുദ്ധിശാലികൾ തങ്ങളുടെ ബുദ്ധിയിലും തന്ത്രശാലികൾ തങ്ങളുടെ തന്ത്രങ്ങളിലും കർത്താവ് കുടുക്കിയിടുന്നു. പക്ഷേ നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചാൽ ഈശോ ഇടപെട്ടും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന സമയത്ത് അനേക ജീവിതങ്ങളിൽ കർത്താവ് ഇടപെടും. ഒപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന, കർത്താവെ ആ കൊച്ചിനെ പോലെ എനിക്കൊരു നിഷ്കളങ്ക വിശ്വാസം തരണമേ ഈശോയോട് പ്രാർത്ഥിക്കണം. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപസ്മാരരോഗയുടെ അപ്പം പ്രാർത്ഥിച്ചു അല്ലേ? കർത്താവിൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണം. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഈ ലോകം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അത് നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നന്നായിട്ട് ഈ പ്രാർത്ഥിക്കുമ്പോൾ ആ കൊച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലൊന്ന് ഓർക്കുക. എന്നിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. കർത്താവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് കർത്താവേ ഈ ലോക ജനതയ്ക്ക് മുഴുവനും വേണ്ടി ലാസറിന്റെ കുടുംബത്തിൽ പ്രഖ്യാപിച്ച കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കണമേ, ഒരു നിഷ്കളങ്ക വിശ്വാസം നൽകണമേ കർത്താവ്, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, കൈയടിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, സന്തോഷത്തോടെ ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. സാധ്യമായി ഒന്നുമില്ലല്ലോ, കർത്താവിനു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ കർത്താവായ ദൈവമേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അബ്രാഹാം വിശ്വസിച്ചതെല്ലാം അവന്റെ നീതിയായി പരിഗണിക്കപ്പെട്ടു. കർത്താവേ, അബ്രാഹാം പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിച്ച്, ഓ കർത്താവേ, ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാഴായി പോകില്ല ഉറപ്പായിട്ട് വിശ്വസിച്ച് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ കുടുംബങ്ങൾ വിശ്വാസം ഇല്ലാത്തവര്, പ്രാർത്ഥനയ്ക്ക് വിശ്വാസം ഇല്ലാത്തവര്, പ്രാർത്ഥനയുടെ കാര്യമില്ലാന്നുള്ളവര്, അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അബ്രാഹത്തിന്റെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോ ദൈവമതു നീതിയായി കണക്കിട്ടല്ലോ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോ ദൈവമതു നീതിയായി കണക്കിട്ടല്ലോ, അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തിന്നല്ലോ, അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തിന്നല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം,
ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ ദൈവജനത്തെ മുഴുവൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ശരിയാൻ കൂട്ടായ്മയിൽ ആശീർവദിക്കുന്നു. പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിയുടെ കൂട്ടായ്മയിൽ ആശീർവദിക്കുന്നു. ASM സിസ്റ്റേഴ്സിന്റെ കൂട്ടായ്മയിൽ ആശീർവദിക്കുന്നു. ഓ കർത്താവേ, ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന മുഴുവൻ വ്യക്തികളെ കൂട്ടായ്മയിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു. AFCM മിഷണറിമാരെ കൂട്ടായ്മയിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, സേവക ഭട്ടാച്ചന്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു. സോജന്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു. സാംസന്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുഴുവൻ വൈദിക സമൂഹത്തിന്റെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. സമർപ്പിതരുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അൽമായ ശുശ്രൂഷയുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവ്, ഒറ്റ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നേവരെ ഞങ്ങൾ ബുദ്ധിയിൽ കർത്താവ് തെറ്റായ വായനകളിലൂടെ കേൾവിൽ വന്നിരിക്കുന്ന അവിശ്വാസത്തിന്റെ പീഡകൾ, വചനം കേൾക്കുമ്പോൾ എതിർ ചിന്തകൾ, ഓ കർത്താവ് സംഭവിക്കുന്നില്ല എന്നുള്ള ചിന്തകൾ, ഉള്ളിലുള്ള ഓരോ തരത്തിലുള്ള പൊങ്ങി വരുന്ന ദുർചിന്തകൾ ഈശോയുടെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ഈശോയുടെ നാമത്താൽ വേർതിരിക്കപ്പെടട്ടെ. ഓ ദൈവമേ, ഇന്നവരെ ഹൃദയത്തിൽ കർത്താവേ സാത്താൻ വിതച്ചിട്ടുള്ള വിശ്വാസത്തിനെതിരെയുള്ള കളകളെല്ലാം ഇപ്പോൾ പറഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശ്വാസത്തിന്റെ ആത്മാവ് ആവസിക്കട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ് ആവസിക്കട്ടെ. കൃപയുടെ ആത്മാവ് ഇപ്പോൾ ആവസിക്കട്ടെ. നാളുകളായിട്ട് വിശ്വാസം മങ്ങിക്കിടക്കുന്ന ഒരു ഉണർവ് പ്രാപിക്കട്ടെ. ഹല 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 ഹല. തെറ്റായ ബോധ്യങ്ങളെല്ലാം പിഴുത് മാറ്റപ്പെടട്ടെ. തെറ്റായ ബോധ്യങ്ങളെല്ലാം ഈശോയുടെ നാമത്തിൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈശോ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആരാധന 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 സ്വയ ആരാധന ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്കൊരു നിഷ്കളങ്ക വിശ്വാസം കിട്ടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. തുറന്നു കേൾക്കുന്ന ഓരോ വചനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെടാൻ അമ്മ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സൂക്ഷിക്കണം, ഇത് പിശാചിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബൈബിളിൽ നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണത്തോടനുബന്ധിച്ച് പീലാത്തോസിന്റെ അരമന മുതൽ അങ്ങോട്ട് ഈശോ അനുഭവിക്കേണ്ടി വന്ന ചില കാര്യങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് ഒരുപാട് കുറ്റാരോപണം. യാതൊരു തെറ്റും ചെയ്യാത്ത ഈശോയ്ക്കെതിരെ ഒരുപാട് കേട്ടുകേൾവിയില്ലാത്ത കുറ്റാരോപണം. രണ്ടാമത്തെ ഒരു സംഗതിയാണ് ഒരുപാട് വ്യക്തികളുടെ പരിഹാസം. വേറൊരു സംഗതിയാണ് ഒരുപാട് മനുഷ്യര് ഈശോയെ ദുഷിച്ച് സംസാരിച്ചു. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതിതാണ്, ഈശോ പറയാണ്, അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. ഈ ലോകം എന്നെ വെറുത്തെങ്കിൽ നിങ്ങളെയും വെറുക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള കുറ്റാരോപണങ്ങൾ നമുക്കെതിരെ വരാം. ഒരുപാട് തെറ്റായ ആരോപണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ നല്ല ആഴത്തിൽ പഠിക്കുന്നത് നല്ലതാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 23 വേഴ്സ് 7, തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വധിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആദിമ ജനതയ്ക്ക്, പുറപ്പാട് ജനതയ്ക്ക് ചില കൽപ്പനകൾ കൊടുക്കുമ്പോൾ ആ കൽപ്പനകളിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുകയാണ്: തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം.
എന്ന് പറഞ്ഞാൽ ആരുടെ മേലും നമ്മൾ കുറ്റം ആരോപിക്കരുത്. വെറുതെ നിഷ്കളങ്കരെയും നീതിമാന്മാരെയും പലതരത്തിൽ വധിക്കാൻ തക്കവിധം കുറ്റാരോപണം നമ്മൾ നടത്തരുത്. എന്തുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ കുറ്റാരോപണം നടത്തരുതെന്ന് പറയാൻ കാരണം? കുറ്റാരോപണം നടത്തരുതെന്ന് പറയാനുള്ള കാരണം ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. നമ്മൾ നിസാരമെന്ന് കരുതുന്ന കുറ്റാരോപണമെന്ന് പറയുന്നത് പിശാചിന്റെ നേരിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. കുറ്റാരോപണ പിശാചിന്റെ പ്രവൃത്തിയാണ്. ബൈബിൾ ഒരുപാട് വചനങ്ങൾ ഇത് സൂചന നൽകുന്നുണ്ട്. പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം ആരോപിക്കാൻ ഒരു ടെൻഡൻസി നമ്മുടെ ജീവിതത്തിൽ വരും. അത് കുടുംബ ജീവിതത്തിൽ വരാം, സമർപ്പിത ജീവിതത്തിലാവാം, കമ്മ്യൂണിറ്റി ജീവിതത്തിലാകാം. സ്വന്തം ഏതെങ്കിലും വിധത്തിൽ കുറ്റം മറ്റുള്ളവരാരും നീ അങ്ങനെ ചെയ്തിട്ടില്ലേ, നീ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, നീ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങും. അതെല്ലാ സാഹചര്യങ്ങളിലും ഏത് സെക്കൻഡിലും ഈ കുറ്റാരോപണം ഒരു സംഗതിയാണ്. എൻ്റെ സഹോദരൻ, ഇതൊരു പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. സക്കറിയ പ്രവചനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1-ാം തിരുവചനം, ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 3 വേഴ്സ് 1. സ്ക്രീനിൽ വചനമുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് ചേർന്ന് വായിക്കാം. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് അവിടുന്ന് കാണിച്ചു തന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ സക്കറിയ പ്രവചനത്തിൽ സക്കറിയായ്ക്ക് വലിയൊരു ജോഷുവ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ അവിടെ ജോഷുവയുടെ മേൽ കുറ്റം ആരോപിക്കാൻ സാത്താൻ നിൽക്കുകയാണ്, പിശാച് നിൽക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, കുറ്റാരോപണം എന്ന് പറയുന്നത് പിശാചിന്റെ നേരിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത് ബൈബിൾ ഒരു ഒറ്റപ്പെട്ട വചനമല്ല, ഒരുപാട് വചനങ്ങൾ ഇങ്ങനത്തെ സൂചനകൾ നൽകുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 10-ാം തിരുവചനം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 10. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷേകത്തിന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവ സമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവ സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നല്ല മനുഷ്യരെ കുറിച്ച് സദാസമയവും അവരെ കുറിച്ച് പഴി പറയുകയും അവരുടെ മേൽ കുറ്റാരോപണം നടത്തുകയും ചെയ്യുന്നയാള് പിശാചാണ്. അവനാണ് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നത്, ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ്. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബൈബിളിൽ തന്നെ മറ്റൊരു രംഗം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാവും. യാതൊരു തെറ്റും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ജോബ് എന്ന് പറയുന്ന ബൈബിളിലെ എക്സെപ്ഷണൽ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ നീതിമാനായ ജോബ്. നിങ്ങൾ എന്ത് ചോദിക്കുക, ദൈവസന്നിധിയിൽ ചെന്നിട്ട് ജോബിന്റെ മേൽ കുറ്റം ആരോപിക്കാൻ പിശാച് എടുക്കുന്ന ഓരോ പണികളും എത്രയോ കൃത്യമായിട്ടാണ് ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അല്ലേ? അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത് നമ്മൾ കുറ്റാരോപണം ചെയ്യരുത്, കുറ്റാരോപണം നടത്തരുത്. ഈശോ ചെയ്തത് എന്താ? ഈശോയുടെ പ്രത്യേകത, ഈശോ കുറ്റങ്ങളെല്ലാം അങ്ങോട്ട് ഏറ്റെടുത്തു, കുറ്റങ്ങൾ വഹിച്ചു, കുറ്റങ്ങൾ ഏറ്റെടുത്തു. നമ്മുടെ പ്രത്യേകത എന്താ? നമ്മുടെ പ്രത്യേകത നാഴികയ്ക്ക് 40 വട്ടം മറ്റുള്ളവരിൽ കുറ്റാരോപണം നടത്തും. ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 37-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 37, കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. അതുകൊണ്ട് കുറ്റാരോപണം നമ്മൾ നടത്തുമ്പോൾ പിശാചിന്റെ പ്രവൃത്തി ആയതുകൊണ്ട് ഒരുപാട് കുറ്റാരോപണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറ്റാരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ സഹോദരൻ, ഇങ്ങനത്തെ ഓരോ സംഗതികളൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കണം, എങ്ങനെ പെരുമാറണം, അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്.
യൂദാസിന്റെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം നല്ലൊരു വെളിച്ചം തരുന്നുണ്ട്. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്നാ വചനം പോലെ ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പൊ നോക്ക് എന്റെ സഹോദരങ്ങളെ, ജോഷുവനെ പിശാച് വെറുതെ വിടുന്നില്ല, ജോബിനെ പിശാച് വെറുതെ വിടുന്നില്ല, മോശയെ പിശാച് വെറുതെ വിടുന്നില്ല. ഇപ്പോൾ മോശയുടെ ശരീരത്തെ ചൊല്ലി ദൈവത്തോട് എന്ന് പറഞ്ഞാൽ അവിടെ തർക്കിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പ്രധാന ദൂതൻ ഈ പിശാചിനെ പോലെ കുറ്റപ്പെടുത്തി നിന്നാവതിനെ ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞ്, കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള കുറ്റാരോപണങ്ങൾ നമുക്കെതിരെ വരുമ്പോൾ എൻ്റെ സഹോദരൻ എല്ലാത്തിനും മറുപടി പറയാൻ നിൽക്കരുത്, കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. അത് വിട്ടുകളയണം. അത് വിട്ടുകളഞ്ഞാൽ അതിൻ്റെ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ 58-ാമത്തെ അധ്യായത്തിൽ 9-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 58 വേഴ്സ് 9. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. ഇന്ന് നിലവിളിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഇന്ന് അനേകർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ നാവെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ, കുറ്റാരോപണം നടത്തുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കരുത്. അതാണ് പറഞ്ഞത്, പ്രാർത്ഥിച്ച കർത്താവ് അപ്പ ഉത്തരം തരും. ആ കൊച്ചു പ്രാർത്ഥിച്ചു, കർത്താവ് ഉത്തരം കൊടുത്തു. ആ കുടുംബം നിലവിളിച്ചു, കർത്താവ് മറുപടി നൽകി. ഇതാ അപ്പോൾ അവിടെ അപ്പ മറുപടി കൊടുക്കാണ്. അതാണ് പറയുന്നത്, കുറ്റാരോപണം ദുർഭാഷണം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അതുപോലെ ദൈവത്തിന് കൃപ വരും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഓരോ തരത്തിൽ മറ്റുള്ളവര് നമ്മുടെ മേൽ കുറ്റം ആരോപിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, നമ്മൾ കുറ്റാരോപണം നടത്തരുത്, കാരണം ഇത് പിശാചിന്റെ പ്രവൃത്തിയാണ്. രണ്ടാമത് ചിന്തിക്കുന്നത്, നമ്മുടെ മേൽ ഒരുപാട് കുറ്റാരോപണങ്ങൾ വരുമ്പോൾ അതിന് മറുപടി പറയാൻ നിൽക്കരുത്, തിരിച്ചു കുറ്റാരോപണത്തിന് മുതിരരുത്. പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മുടെ കർത്താവ് തന്നെ, ഈശോ മിശിഹാ തന്നെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ 12-ാം തിരുവചനം, Gospel of St. Matthew chapter 27 verse 12. പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും അവന്റെ മേൽ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അടുത്ത വചനം അതേ സുവിശേഷത്തിൽ 13-14. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, അവർ എന്തെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുന്ന കേൾക്കുന്നില്ലേ? എന്നാൽ അവൻ ഒരാരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല. തന്നിമിത്തം ദേശാധിപതി അത്യധികം ആശ്ചര്യപ്പെട്ടു. എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈശോ മറുപടി പറഞ്ഞ ഒരുപാട് സമയങ്ങളുണ്ട്. ഇതേ പീലാത്തോസ് തന്നെ നീ വാഴ്ത്തപ്പെട്ടവനെ ക്രിസ്തു ആണെന്ന് ചോദിക്കുമ്പോൾ, പ്രധാന ദേശാധിപതി ചോദിക്കുമ്പോൾ, അപ്പോ ആ സെക്കൻഡിൽ മറുപടിയാണ്. നീ രാജാവാണെന്ന് ചോദിക്കുമ്പോൾ മറുപടിയുണ്ട്. പാനമേയങ്ങളും വരുമെന്ന് പറഞ്ഞ് മറുപടി കൊടുക്കുന്നുണ്ട്. ചോദിച്ചപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുത്ത, പക്ഷെ തനിക്കെതിരെ ഒറ്റ കുറ്റാരോപണത്തിന് പോലും ഈശോ മറുപടി കൊടുത്തില്ല. പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ സമയത്ത് പൈശാചികമായ ഒരു പ്രലോഭനമാണത്, മറുപടി പറയാനുള്ള ഒരു പ്രലോഭനം. ഇത് പിശാചിന്റെ പ്രവൃത്തിയാണ്. അവിടെയാണ് ജോബൊക്കെ നമുക്ക് ഒരു ഭയങ്കരമായ മോഡലായിട്ട് നിൽക്കുകയാണ്. ജോബിന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 35-36 തിരുവചനങ്ങൾ ജോബ് പറയുകയാണ്, എന്നെ ശ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇതാ എൻ്റെ കയ്യൊപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ. എൻ്റെ ശത്രു എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതെന്റെ തോളിൽ വഹിക്കുമായിരുന്നു, കിരീടം പോലെ ഞാൻ അതിനെ എന്നോട് ചേർക്കുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജോബിനെതിരെ എന്റെ സഹോദരൻ എന്തുമാത്രം കുറ്റാരോപണങ്ങൾ വരിക. ജോബ് അറിയാൻ ഈ മനുഷ്യത് പറയുന്നേ ഉള്ളൂല്ലോ,
അത് ആരെങ്കിലും ഒന്ന് എഴുതി തരുവാണെങ്കിൽ, ഈ കുറ്റാരോപണം മുഴുവൻ ഒരു പേപ്പർ എഴുതി തരുവാണെങ്കിൽ ഞാനത് തോളിൽ വഹിക്കുമായിരുന്നു, ഒരു കിരീടം പോലെ എടുക്കുമായിരുന്നു. ഹല്ലേലൂയാ. കാരണം എന്താ? കാരണം ഈ കുറ്റാരോപണത്തെ എടുക്കുമ്പോൾ അതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹം വരുമെന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 10:14 ദൈവോധനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: രാജകീയമായ ചെങ്കോലും തന്റെ യജമാനന്മാരുടെ മേൽ ആധിപത്യം ലഭിക്കുമ്പോഴും കാരാഗ്രഹത്തിൽ അവനെ ഉപേക്ഷിച്ചു പോയില്ല. ശത്രുവിന്റെ ആരോപണം കള്ളമാണെന്ന് തെളിയിക്കുകയും അവന് നിത്യമായ ബഹുമതി നേടിക്കൊടുക്കുകയും ചെയ്തു. ഹല്ലേലൂയാ. ഇത് ആരെ കുറിച്ചായ വചനം? ഇത് പൂർവ്വ ജോസഫിനെ കുറിച്ചുള്ള വചനമാണ്. നിങ്ങൾ ചിന്തിച്ചു, ജോസഫിന്റെ സഹോദരന്മാർ ഒരുപാട് കുറ്റാരോപണം നടത്തി, അല്ലെങ്കിൽ അവനെ പൊട്ടക്കനിൽ എടുത്തെറിഞ്ഞപ്പോൾ, അവിടുന്ന് മിദിയാൻകാർക്ക് വിറ്റപ്പോൾ, അവിടുന്ന് പൊത്തിഫാറിന്റെ ഭാര്യ ചതിച്ചപ്പോൾ, അതിനുശേഷം ചതിച്ച് ജയിലിൽ അടച്ചപ്പോൾ അവിടെ നിന്ന് ജോസഫ് വാവിട്ട് കരഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തെളിയിക്കാൻ നോക്കിയതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. അതാണ് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾ വചനം നോക്ക്. രാജകീയമായ ചെങ്കോലം യജമാനന്മാരുടെ മേൽ ആധിപത്യം ലഭിച്ചതോളം ദൈവത്തിന്റെ ജ്ഞാനം കാരാഗ്രഹത്തിന് ഉപേക്ഷിച്ചു പോയില്ല. ശത്രുവിന്റെ ആരോപണം കള്ളമാണെന്ന് ഈ ജ്ഞാനം തെളിയിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബെനഡിക്ട് ഓണംകുളച്ചനെ നിങ്ങൾ മറന്നുപോയോ? ഒരു കാലഘട്ടത്തിൽ സമൂഹം മുഴുവൻ ആരോപണം നടത്തി എന്താ സംഭവിച്ചത്? അവസാനം ദൈവത്തിന്റെ കോടതി സത്യം വിളിച്ചു പറഞ്ഞിട്ട് അച്ഛനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയില്ലേ? വിശുദ്ധ പാദ്രിയോ ചിന്തിച്ചു നോക്ക്, എന്തുമാത്രം കുറ്റാരോപണം വരുന്ന ജീവിതത്തിന് മുഴുവൻ. ഏത് വിശുദ്ധന്മാരുടെ ചരിത്രം എടുത്ത് പഠിച്ചാലും കുറ്റാരോപണം കേൾക്കാത്ത ഏത് വിശുദ്ധന് വിശുദ്ധിയുമാണുള്ളത്? പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയൊക്കെ നിന്ന് കൊടുത്താലുണ്ടല്ലോ അതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് 2 ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാം. 1, കുറ്റാരോപണം നടത്തരുത്. 2, നമുക്കെതിരെ വരുന്നതിനൊന്നും മറുപടി പറയാൻ നിൽക്കരുത്. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ അനുതാപത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഒരുപാട് തവണ കർത്താവെ കുറ്റപ്പെടുത്തുകയും കുറ്റാരോപണം നടത്തുകയും അനേകരെ മുറിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കർത്താവായ ദൈവമേ, ഞങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടെ ഞങ്ങളെ സ്പർശിക്കണമേ. അവിടെ ഞങ്ങളോട് കരുണ കാണിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളോട് പൊറുക്കണം. ഉള്ളൊരു അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയേ ക്ഷമിക്കണമേ, എന്നോടു പൊറുക്കണമേ. അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയേ ക്ഷമിക്കണമേ, എന്നോടു പൊറുക്കണമേ. കർത്താവേ, ആശീർവാദ സമയത്ത് ഞങ്ങൾ റോമാലേഖനത്തിലെ വചനം, ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. കർത്താവേ, ഞങ്ങൾ കുറ്റാരോപണം നടത്തുമ്പോൾ ഞങ്ങളെ തന്നെയാണ് പ്രീതിപ്പെടുന്നത്. ആ ഒരവസ്ഥ മാറി കർത്താവെ, അങ്ങ് പീലാത്തോസിന് മുമ്പിൽ നിന്ന് ഇതെല്ലാം ഏറ്റെടുത്തതുപോലെ ഏറ്റെടുക്കാൻ തക്ക വിധം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ, ഒരു കൃപ വർഷിക്കണേ കർത്താവേ, ഒരു പുതിയ അഭിഷേകം വർഷിക്കണേ കർത്താവേ, വലിയൊരു കൃപയുടെ നേർച്ചാൽ ഒഴുകണേ കർത്താവേ. കർത്താവേ, ക്ഷമയൊരു വരമായി ലഭിക്കട്ടെ, ഏറ്റെടുക്കാനുള്ള കൃപ ലഭിക്കട്ടെ. എന്നോടു